ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുന്നു കൊടുങ്കാറ്റ് പോലെ. ഇപ്പോൾ ഈ ഓണക്കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആലോചിക്കുന്നത് മുമ്പൊക്കെയുള്ള കാലത്തൊക്കെ ഈ അടുത്ത കാലം വരെ നമ്മൾ ചിന്തിക്കുന്ന വല്ല തുണി, അതായത് ടെക്സ്റ്റൈൽസ് ഐറ്റംസ്, ക്ലോത്ത്സ്, അതായത് ഉടുപ്പ്, ആൾക്ക് ഉടുപ്പുമുണ്ട്, പിന്നെ അതേപോലെ പാൻറ്, ഷർട്ട്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ചിന്തയാണ്. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് സാരി, അല്ലെന്നുണ്ടെങ്കിൽ ചുരിദാർ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും നമ്മൾ വസ്ത്രം വാങ്ങുന്നതിനെക്കുറിച്ച്. അല്ലെങ്കിൽ ഏതെങ്കിലും സദ്യ ഒരുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. പിന്നെ കുറച്ചുകൂടെ വൃത്തികെട്ടവന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഈ ഏതെങ്കിലും വിധത്തിൽ മദ്യം എവിടെന്നെങ്കിലും വാങ്ങിച്ച് അതിൻ്റെ സേവ, അതിനു വേണ്ടി അത് വാങ്ങിക്കാനിരിക്കും. ഓണം ആഘോഷിക്കേണ്ട ആ രീതിയിലാണ് ആഘോഷങ്ങൾ ഓണത്തിനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കാലമൊക്കെ മാറി. ഇന്നിപ്പോൾ അതായത് ഈ മദ്യം വാങ്ങിച്ചൊരു 2 അടിച്ചിട്ട് അനങ്ങാതിരുന്ന് സദ്യ കൊണ്ടുകൊണ്ടിരുന്നാലൊന്നും പോരാ. മയക്കുമരുന്ന്, അതായത് നർക്കോട്ടിക് ഡ്രഗ്സോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ എന്തെങ്കിലും വേണം. അപ്പോൾ അത് ഉപയോഗിച്ചാലേ പറ്റൂ. ആ ഓണക്കാലത്ത് ഇതിൻ്റെ കച്ചവടം പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2-3 ഓണം കൊണ്ടുണ്ട്, നമ്മളിത് അറിയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. അതിനൊക്കെ കൊണ്ടുവരുന്നത് എവിടുന്നാണെന്നറിയോ? ആസാമിൽ നിന്ന്, അതുപോലെ തന്നെ ഒറീസയിൽ നിന്ന്, ഒഡീഷ, അവിടെ നിന്നൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് പിടിക്കപ്പെട്ട്, അതായത് ഹെറോയിൻ 65 ഗ്രാം ഹെറോയിനുമായിട്ട് 3 പേര് പിടിക്കപ്പെട്ടു. ഇവിടെ സൗത്ത് വാഴക്കുളം അതാണ് വെച്ചാൽ പിടിക്കപ്പെട്ടത്. അതായത് അവർ ആസാമിൽ നിന്ന് ട്രെയിനിൽ വന്നു, ആലുവയിൽ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നേരെ പെരുമ്പാവൂർക്ക് വെച്ച് പിടിക്കുകയായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് സൗത്ത് വാഴക്കുളത്ത് വെച്ച് ഇവരെ പിടിക്കുന്നത്. ഇത് നോക്കിക്കോണം. അതായത് ഒരു പ്രത്യേക സമുദായക്കാരെ ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം പറയാറുണ്ട്. അതിന് കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം ഇതിൽ പെടുന്നവന്മാരാ കൂടുതലും ഇപ്പം പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവന്മാർ. ഈ ആസാമിൽ നിന്ന് വന്ന ഇവർ ബഹാറുൽ ഇസ്ലാം, അവന് 26 വയസ്സുകാരനാണ്. പിന്നെ അതുപോലെ തന്നെ മുക്സിദുൽ ഇസ്ലാം, അവന് 33കാരനാണ്. ഈ അവൻ്റെ ഭാര്യ, അതായത് 21 വയസ്സുകാരിയായ ഒരു കാത്തൂൻ, കേട്ടോ, റൈമ കാത്തൂൻ എന്ന് പറയുന്ന ഈ 3 പേര്. ആ പെണ്ണ് മംഗളൂരുകാരിയാണ്. ഇവിടെ അതായത് ഇവരെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും മംഗളൂരുകാരിയല്ല, ആസംകാരിയാണ്. അപ്പോൾ അത് 21 വയസ്സേ ഉള്ളൂ. നോക്കിക്കോണേ, ഈ തടിയിട്ടപ്പറമ്പ് പോലീസും ആണ് ഇതിന് യഥാർത്ഥത്തിൽ പോലീസ് സൂപ്രണ്ടിൻ്റെ കമ്മീഷണറെ നേതൃത്വത്തിൽ ഇവരെ പിടിച്ചു നോക്കിയപ്പോൾ എന്താ ഒന്നുമില്ല, ഈ ബാഗേ ഉള്ളൂ. അതിനകത്ത് തുണികളായിരുന്നു മൊത്തം. അതെല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിച്ചു. നോക്കിയപ്പോൾ എന്താ, 6 സോപ്പ് പെട്ടിയുണ്ട് അതിനകത്ത്. ഈ 6 സോപ്പ് പെട്ടിക്കുള്ളിലാണ് ഈ ഹെറോയിൻ, ഈ 65 ഗ്രാം ഹെറോയിൻ കീപ്പ് ചെയ്തേക്കുന്നത്. ഇതിന് 20 ലക്ഷം രൂപ മാർക്കറ്റ് വിലയുണ്ട്. അപ്പം ഓണക്കച്ചവടം പൊളിഞ്ഞ് 20 ലക്ഷം രൂപ പോയി. ഏതായാലും അകത്തുമായി. ഇനി എളുപ്പം ഇറങ്ങാൻ ഒക്കത്തില്ല. സംഭവം എന്തോ അന്വേഷിച്ച് വന്നപ്പം ഇത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക, പിറ്റേന്ന് തിരിച്ച് ആസാമിൽ പോവുക, എന്നിട്ട് അടുത്ത ട്രിപ്പ് വീണ്ടും വരും. അങ്ങനെ പതിവായിട്ട് ആസാമിൽ നിന്ന് ഇങ്ങോട്ട് വരിക, ഇത് സാധനം കൊണ്ടുവരിക, ഇവിടെ കൊടുക്കുക, എന്നിട്ട് പിറ്റേന്ന് തന്നെ പോവുക. അതായിരുന്നു ഇടപാട്. അങ്ങനെ പല പ്രാവശ്യം ഇവർ വന്നിട്ട് പോയിട്ടുള്ളതായിട്ട് ഇവർ തന്നെ പോലീസിനോട് സമ്മതിച്ചു. ഇനി അതുപോലെ തന്നെ ആ പാലക്കാട് നിന്ന് ഒറ്റപ്പാലം, യഥാർത്ഥ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അടുത്തുനിന്ന്, ഒലവക്കോട് ബസ് സ്റ്റാൻഡിനടുത്തുനിന്ന് പിടികൂടിയത് ഇന്ന് ഒരു 3 പേരുടെ ഇന്ന് കൂടിയേക്കുന്ന 1 കോടി രൂപയുടെ മയക്കുമരുന്നാണ്. അത് പല സാധനങ്ങളാണ്. ഈ ഒന്നായിട്ട് കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ. അത് MDMA ഉണ്ട്, ഹൈബ്രിഡ് ഗഞ്ചാവുണ്ട്, അതിൻ്റെ കൂടെ കൊക്കൈൻ, എല്ലാം വലിയ വലിയ സാധനങ്ങളാണ്. അത് 1 കോടി രൂപയുടെയാണ് ഒലവക്കോട് ബസ് സ്റ്റാൻഡിനടുത്തുനിന്ന് പിടികൂടിയത്. അത് ഒരു കാഞ്ഞിരപ്പള്ളി മുഹമ്മദ് നിസിൻ എന്ന് പറയുന്ന ഒരുത്തൻ, അതുപോലെ തന്നെ വേങ്ങരക്കാരൻ അസറുദ്ദീൻ, പിന്നെ ഈ മംഗലാപുരംകാരി ഇവൻ്റെ ഭാര്യ, അതായത് ഈ അസറുദ്ദീൻ്റെ ഭാര്യ ബി ഫാത്തിമ,
എന്ന് പറയുന്ന 3 പേര്. അതാ ഇപ്പൊ ഈ സ്ത്രീ ഉൾപ്പെടെ ഇവന്മാരെ നടക്കത്തുള്ളൂ. കാരണം എന്തോന്നറിയോ, ഈ പിടിക്കപ്പെടാൻ സാധ്യത കുറവാണ്. ഈ പെണ്ണും കൂടെ ഉണ്ടെങ്കിൽ പറയും ഭാര്യയും ഭർത്താവും അവര് എന്ന് പറയും. ഇപ്പൊ ദമ്പതികളാണ് ഈ കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ കൂടുതലും. അപ്പം മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞതിനകത്തും ആസാംകാരുടെ ഇടയിൽ ഒരു പെണ്ണുണ്ട്, 21കാരി. അപ്പം ഇതിനകത്തും ഒരു സ്ത്രീയുണ്ട്. അപ്പം ഇവരെയും കൊണ്ടുവച്ച് ഇങ്ങനെ പടമാണ് കാണിക്കുന്നത്. എന്നിട്ട് ഈ സാധനം ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ബാംഗ്ലൂരിലാണ് ഇത് സുലഭമായിട്ട് കിട്ടുന്നത്. പർച്ചേസ് ചെയ്യാൻ ഹോൾസെയിൽ പർച്ചേസിന് പറ്റിയത് ബാംഗ്ലൂരാണ്. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച് ഓണക്കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്നത് കോയമ്പത്തൂർ വരെ വന്നു. കോയമ്പത്തൂർ കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് ആ ഡ്രൈവറെയും കളിപ്പിച്ചതാ. അയാൾ അറിഞ്ഞിട്ടില്ല. അയാൾ അറിഞ്ഞാൽ ഇത് കയറ്റിയല്ല ഈ സാധനം. അപ്പോൾ അതിനകത്ത് ടാക്സി വിളിച്ച് അതിനകത്ത് കയറ്റി ഇവിടെ കൊണ്ടുവന്നതാണ്. ഏതായാലും ഇതിൻ്റെ വിവരം ഇവർക്ക് എന്തെങ്കിലും കിട്ടും. എങ്ങനെയായാലും ഇതിൽ ആരെങ്കിലും വിവരം കൊടുക്കാൻ കാണും. ഇപ്പം ഈ സ്വർണ്ണ കച്ചവടം, ഈ കള്ള സ്വർണം പിടിക്കുന്നത് കൂടുതലും എങ്ങനെയാ, ഈ സ്വർണം അതായത് ഇപ്പം സ്വർണം കുഴമ്പ് പരുവത്തിലാക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഈ കുഴമ്പാക്കാനൊക്കെ ഒരുത്തനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആരുടെയെങ്കിലും സഹായം വേണം. അപ്പോൾ ഈ കുഴമ്പാക്കുന്നവൻ തന്നെ പറഞ്ഞു കൊടുക്കും, ഞാൻ കുഴമ്പാക്കി വിട്ടിട്ടുണ്ട് എന്ന് വിളിച്ച് പറയും. വെറുതെയെങ്കിലും വിളിച്ചു പറയും. അങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ ഇതിൻ്റെ കിട്ടുന്നത്. ആഭരണം കൊണ്ടുവരുന്നത് ഇതെല്ലാം ഇതുപോലെ തന്നെയാണ്. കള്ളക്കടത്ത് സ്വർണം ഇതെല്ലാം ഇതുപോലെ ആരെങ്കിലും ഇതിനകത്ത് പെട്ടവർ ചൂണ്ടിക്കൊടുക്കുന്നതാണ്. അതേപോലെ ഈ മയക്കുമരുന്ന് ലോബി ഇത് പിടിക്കപ്പെടുന്നത് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിൻ്റെ വിവരം കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ വിവരം അത് ഇന്നാരാണെന്ന് ചോദിക്കാമെന്ന് നോക്കുന്നില്ല, അവർ പറയത്തുമില്ല. അപ്പോൾ ഏതെങ്കിലും നമ്പറിൽ നിന്ന് എവിടുന്നെങ്കിലും വല്ല ബസ് സ്റ്റാൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് കോൾ ഇപ്പോൾ അങ്ങനെയുള്ള എവിടുന്ന് സിസ്റ്റം ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഏതെങ്കിലും വിധത്തിൽ അല്ലെ ചെറിയ തുണ്ടിനകത്ത് എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടുകയോ ഒക്കെ ചെയ്താണ് ഈ വിവരം അറിയിക്കുന്നത്. അറിയിച്ചിരിക്കും, പിടിയും വീഴും. ഇപ്പോൾ ഏതായാലും ഈ 1 കോടി രൂപയുടെ മുതലങ്ങ് പോയി. ഈ ഓണം ആഘോഷിക്കാൻ കാത്തിരുന്നവന്മാരും പോയി, ഇത് രണ്ടും പോയി. ഇപ്പോൾ ഈ 2 ഗ്രൂപ്പിൽ നിന്നും ഉള്ള കസ്റ്റമേഴ്സിനെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ്. കാരണം ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇത് ആരൊക്കെയാണ് വാങ്ങുന്നതെന്ന്, അതറിയാം. ആ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ പറ്റും. ഇതിനോടനുബന്ധിച്ച് ഇന്ന് നോക്കിയപ്പോൾ ഞാൻ ഇന്നാൾ തന്നെ പറഞ്ഞായിരുന്നു, എയർ ഇന്ത്യയിലെ 2 പൈലറ്റിനെ നോക്കിയപ്പോൾ സംശയാസ്പദമായിട്ട് 700 അടി 300 അടി താഴെ വീണെന്നാണ് പറഞ്ഞ ഫ്ലൈറ്റ് 700 അടി ശിഷ്ടമാണ് താഴോട്ട് പതിച്ചത്. അപ്പോൾ അയാളെ പരിശോധിച്ചപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. അയാളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സെക്കൻഡ് സാമ്പിൾ പരിശോധിച്ചപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞ ഇവന്മാരെ എല്ലാം പരിശോധിക്കണം, ഇല്ലാതെ ഫ്ലൈറ്റിൽ കയറാൻ പേടിയാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് അവരേതായാലും എയർ ഇന്ത്യ പരിശോധിക്കാൻ തീരുമാനിച്ചു. അവർക്ക് 5000-ഓളം പൈലറ്റ് ഉണ്ട് എയർ ഇന്ത്യക്ക്. അതിൽ നിന്ന് 400 പേരുടേത് മാത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ 2 പേരുടേത് മയക്കുമരുന്നിന് പോസിറ്റീവായിട്ട് കണ്ടു. ഇവൻ മയക്കുമരുന്ന് കഴിക്കുന്നവൻ ഈ ഫ്ലൈറ്റ് ഓടിക്കണ്ട, ഇവനൊക്കെ വീട്ടിൽ ഇരുന്ന് വല്ലതും ഓടിച്ചോട്ടെ, അല്ലെ പണ്ട് കാളവണ്ടി ഓടിക്കാൻ വിടാമായിരുന്നു. അല്ലാതെ ഈ സാധനം ഓടിക്കാനായിട്ട് ഈ ആളുകളെ ജീവൻ കൈ പിടിച്ചുകൊണ്ട് ഇരിക്കണം, അതിനകത്ത് വിടാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഈ സാധനം ഇപ്പോൾ ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ ഒരു ഊർജം കൊടുത്തിട്ടുണ്ട് പോലീസുകാർക്ക്. ഇത് വന്നിട്ടുണ്ട്. ഇത് ഇഷ്ടം പോലെ പിടിക്കപ്പെടുകയാണ്. ഇത് കൊടുക്കും തോറും ഏറിടുമെന്ന് പറയുന്ന പോലെ പിടിക്കും തോറും പിന്നെയും വന്നുകൊണ്ടിരിക്കുക. വരണം, എവിടെ ഉണ്ടെങ്കിലും പിടിക്കണം. ഒരുത്തനെ വിടാൻ പാടില്ല. ഇതുള്ളവർ കർശനമായ നടപടിയും വേണം. അതാണ് ചെയ്യേണ്ടത്.